വെൽക്കം ടു ജെഎൽ ആൻഡ് ബി എസ് ലേണിംഗ് ക്ലാസ് റൂം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 1, 4, 2. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണ ഉടമ്പടി, കുണ്ടറ വിളംബരം. ആൻസർ ഓപ്ഷൻ ബി. 2, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളും വ്യക്തികളും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവം, വോൾട്ടെയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സൈമൺ ബോളിവർ. റഷ്യൻ വിപ്ലവം, ട്രോട്സ്കി. ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 3. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ആൻസർ ഓപ്ഷൻ സി, 2ഉം 4ഉം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം. ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. ആന്റോണിയോ ഗുട്ടറസ് 2017 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 6, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്റ്റീരിയോസ്കോപ്പ്. ഓപ്ഷൻ ബി, സ്റ്റീരിയോസ്കോപ്പ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഓപ്ഷൻ എ, താപീയ മധ്യരേഖ. ഓപ്ഷൻ എ, താപീയ മധ്യരേഖ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ ഡി, ലിപുലേഖ് ചുരം. ഓപ്ഷൻ ഡി, ലിപുലേഖ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഓപ്ഷൻ ഡി, ദേശീയ ജലപാത 5. ഓപ്ഷൻ ഡി, ദേശീയ ജലപാത 5. 10ാമത്തെ ചോദ്യം, 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി, സോർസൻ. ഓപ്ഷൻ സി, സോർസൻ ആണ് 2023 രാജസ്ഥാനിൽ സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഓപ്ഷൻ സി. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1982 സ്ഥാപിച്ചു. നബാർഡ് സ്ഥാപിതമായത് 1982. അപ്പം ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയായതാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോട്. 13, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഓപ്ഷൻ ബി, 1966-69. ഓപ്ഷൻ ബി, 1966-69. 14ാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി, നരസിംഹ റാവു. ഓപ്ഷൻ സി, നരസിംഹ റാവു.
15 ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ഓപ്ഷൻ ബി മുംബൈ. 16-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി 1, 3 മാത്രം. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, രാഷ്ട്രീയപരമായ വിധേയത്വം, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. 17-ാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ വി ഹരിനായർ IAS. ഓപ്ഷൻ എ ആണ് ആൻസർ, വി ഹരിനായർ IAS. 18-ാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? രണ്ടാം വായന. ഓപ്ഷൻ ബി രണ്ടാം വായന. 19-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2, 1 മാത്രം. ഓപ്ഷൻ ഡി 2, 1 മാത്രം. 20-ാമത്തെ ചോദ്യം പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ ഡി. 21-ാമത്തെ ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ? ഓപ്ഷൻ സി സുനീതി. ആൻസർ ഓപ്ഷൻ സി ആണ് സുനീതി. 22-ാമത്തെ ചോദ്യം കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? രംഗശ്രീ. ഓപ്ഷൻ ഡി രംഗശ്രീ. 23-ാമത്തെ ചോദ്യം അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയായ വസ്തുതകളാണ് തന്നിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതു മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിനു മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ആൻസർ ഓപ്ഷൻ എ ആണ്. 25 ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? പ്രാഥമിക ഉപഭോക്താക്കൾ. ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ. 26 ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ്? ഓപ്ഷൻ ബി കമൻസലിസം. ഓപ്ഷൻ ബി കമൻസലിസം. 27 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ജീൻ ബാങ്കുകൾ. ഓപ്ഷൻ സി. 28 ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഹെപ്പാരിൻ. ഓപ്ഷൻ എ ഹെപ്പാരിൻ. 29 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായണൻ. ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ. 30 താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? അഡ്ഹിഷൻ ബലം. ഓപ്ഷൻ എ അഡ്ഹിഷൻ ബലം. 31 ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? 11.2 km/s. ഓപ്ഷൻ ബി 11.2 km/s. അടുത്തത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ചവണ. ഓപ്ഷൻ ഡി ചവണ. 33 ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമേത്? ഓപ്ഷൻ ബി ഇന്ത്യ.
ഇന്ത്യയാണ് 4ാമത്തെ രാജ്യം. 34ാമത്തെ ചോദ്യം. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ZnO. ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്. ഓപ്ഷൻ സി ZnO. 35 കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി Hg. മെർക്കുറി. മെർക്കുറിയാണ് കപട സംക്രമണ മൂലകം Hg. അടുത്തത് 36ാമത്തെ ചോദ്യം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ഓപ്ഷൻ എ ആണ് ആൻസർ, ബോയിൽ നിയമം. അടുത്ത ചോദ്യം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം. ആൻസർ ഓപ്ഷൻ ബി ആണ് നിയോഡിമിയം. നിയോഡിമിയം. 38ാമത്തെ ചോദ്യം. അയ്യൻകാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അയ്യൻകാളി ജനിച്ചത് തിരുവനന്തപുരം വെങ്ങാനൂരാണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 39. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? PT ഉഷ. ഓപ്ഷൻ ബി PT ഉഷ. 40ാമത്തെ ക്വസ്റ്റ്യൻ. കഥാപാത്രവും നോവലും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? സേതു കാലം, രവി ഖസാക്കിന്റെ ഇതിഹാസം, സുഹ്ര എൻ്റെ ഉപ്പുപ്പായ് കൊരാന ഉണ്ടായിരുന്നു, പപ്പു ഓടയിൽ നിന്ന്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കലാഞ്ചലോ. ഓപ്ഷൻ എ മൈക്കലാഞ്ചലോ. 42ാമത്തെ ചോദ്യം. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവാര്? അഖിൽ പി ധർമ്മജൻ. ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ. 43. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? വിൻഡോസ്. ഓപ്ഷൻ എ വിൻഡോസ്. 44ാമത്തെ ചോദ്യം. ഇ ഗവേൺസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. ആൻസർ ഓപ്ഷൻ സി. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ. ഓപ്ഷൻ ബി ഗേറ്റ്വേ. 46. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ആൻസർ ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. 47. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ബി വിവരാവകാശം. ആൻസർ ഓപ്ഷൻ ബി വിവരാവകാശം. 48ാമത്തെ ചോദ്യം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഓപ്ഷൻ ബി. 49. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല. 50ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്?
ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 13/125 ദശാംശ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി 0.104. അടുത്ത ചോദ്യം, 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഓപ്ഷൻ സി ആണ് ആൻസർ, 11,025. അടുത്തത്, ഏത് സംഖ്യയുടെ 75% 15? ഓപ്ഷൻ ഡി 20. ഓപ്ഷൻ ഡി 20. അടുത്ത ചോദ്യം, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? എ 30 ഡിഗ്രി. ഓപ്ഷൻ എ 30 ഡിഗ്രി. 55-ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? 6. ഓപ്ഷൻ എ 6. 56, സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. ഓപ്ഷൻ ബി വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. 57, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, an+b. an+b. 58, ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി 105. 105. 59, 25% ഡിസ്കൗണ്ടിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി എങ്കിൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ഓപ്ഷൻ എ 800. ഓപ്ഷൻ എ 800. 60, 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? 24. ഓപ്ഷൻ ബി 24. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 61, ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഈസ്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈസ് വർക്കിംഗ് ഹാർഡ്. ഓപ്ഷൻ ബി ഈസ്. 62, ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഓഫ്. ഓപ്ഷൻ എ ഓഫ്. അക്യൂസ്ഡിന്റെ കൂടെ ഓഫ് ആണ് വരുന്നത്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. ആൻസർ ഓപ്ഷൻ സി 4. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ for 5 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡ്ഡിംഗ്. വിൽ കം. ഓപ്ഷൻ ഡി വിൽ കം. 65, ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഓപ്ഷൻ എ എ. ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹൂ ട്രീറ്റ്സ് സ്കിൻ ഡിസീസ് ഈസ് നോൺ ആസ്. ഡെർമറ്റോളജിസ്റ്റ്. ഓപ്ഷൻ ഡി ഡെർമറ്റോളജിസ്റ്റ്. 67, ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസർ. റൈറ്റിംഗ്. ഓപ്ഷൻ എ റൈറ്റിംഗ്. ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസർ. റൈറ്റിംഗ്. ഓപ്ഷൻ എ റൈറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെന്റ്. ഓപ്ഷൻ ഡി ഇനാക്റ്റീവ്. ഓപ്ഷൻ ഡി ഇനാക്റ്റീവ്. 69, the evening was dash than the morning. Hotter. Option B hotter. 70, nothing will happen. Question tag ആണ്. ഓപ്ഷൻ എ will it. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. 71, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അഗാധത. ഓപ്ഷൻ എ അഗാധത. 72, ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഓപ്ഷൻ ഡി ഹൃദിസ്ഥമാക്കുക. ഓപ്ഷൻ ഡി ഹൃദ്യസ്ഥമാക്കുക.
73 ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ആജന്മം. ഓപ്ഷൻ ബി ആജന്മം. അടുത്തത് മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഹരിണം. ഓപ്ഷൻ ഡി ഹരിണം. 75 ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ശിഷ്ടൻ. ഓപ്ഷൻ സി ശിഷ്ടൻ. അടുത്ത ചോദ്യം, വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമെന്ത്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. 77 തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ അധികം കനൽ. ഓപ്ഷൻ എ തീ അധികം കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? നായിക. ഓപ്ഷൻ സി നായിക. 79 ശബ്ദം എന്നർത്ഥം വരാത്ത പദമേത്? വാണി. ഓപ്ഷൻ ഡി വാണി. 80 താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? അധ്യാപകന്മാർ. ഓപ്ഷൻ ഡി അധ്യാപകന്മാർ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുന്നുള്ളൂ. ഇനിയും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.